ഞാൻ ഒന്നാമല്ലേ വിളിച്ച് സംസാരിച്ചേ. നിനക്കതെന്തോ കേട്ട പോലെ കേട്ടതല്ലേ എനിക്കത് ഇങ്ങനെ നമുക്ക് ഗ്യാങ് വർക്കുകളില്ല, അതാണ് വേറൊരു സാധനം. വണ്ടി കണ്ട കൊലവണ്ടി ഉള്ള കൊലവണ്ടിയിലൊക്കെ തൂക്കി പിടിച്ച് അടിയാണ്. ഇതൊക്കെ എന്ത് അങ്ങനെയൊക്കെ കളിച്ചായി നമ്മള്. ഇതൊരു സീരിയസ് വാറാട്ടേ കാണണ്ട. ജസ്റ്റ് നമ്മള് കൊറേ നാൾക്ക് ശേഷം അടിക്കുന്നതല്ലേ, അപ്പൊ ചുമ്മാ നമുക്കൊന്നൊരു പ്രാക്ടീസ് പോലെ കണ്ടാ മതി. അതാണ് ഞാൻ ചോദിച്ചത്. ടോട്ടൽ വിശ്വസിക്കാൻ അതിനുള്ളിൽ വാറ് വിളിച്ചെങ്കിൽ റിജക്ട് ചെയ്യാവേ. എടാ 11:45 അവർ ടൈം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് അവന്മാര് വിളിക്കുന്നതെങ്കിൽ നമുക്ക് റിജക്ട് ചെയ്യാം. അതായിരുന്നു. നിങ്ങൾ വണ്ടി എടുത്ത് റെഡി ആയി നിൽക്കുവോ? ഇവിടെ എന്താണോ ഇവിടെ നിങ്ങളാരും വണ്ടി ഹലോ റേഡിയോ റെസ്പോണ്ട് ചെയ്യാൻ ആരെങ്കിലും? ആ റേഡിയോ റെസ്പോണ്ട് ചെയ്യാരെങ്കിലും. നിങ്ങളെല്ലാം നിങ്ങളുടെ കോള് പറയണേ. ഒരു സെക്കൻഡ് ഞാൻ മറ്റേ ഇതൊന്ന് ഫയലൊന്നിട്ടോട്ടെ. ഫയലോ ക്രോസ് ഇറന്നിട്ടോട്ടെ. മയില് എന്തൊക്കെയാണ് ഞാൻ പറയണ ലൈവിലിരുന്ന്. ക്രോസ് എക്സ് ലോഞ്ച് എന്തൊക്കെയോ ഇരുന്ന് പറയണ്. എന്റെ കിളി പോയി മയില്. ഞാനൊക്കെ ഫയല പറഞ്ഞ ആരും വിശ്വസിക്കൂ പോലില്ല. മനസ്സിലായ ആകെ ലാസ്റ്റ് വീടെടുത്തത് കഴിഞ്ഞ വർഷമാണ്. പിന്നെ ഇല്ല ഞാൻ ഓടിക്കണില്ല. അപ്പൊ ഞാൻ ഇതായിക്കോളാം. എന്റെ ഗ്രാഫിക്സ് മറ്റേ സാധനം സെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഓടിച്ചോ ശരിയാവും. ഫേസ് ക്യാം ഒന്നോണാക്ക് ഓഫാക്ക്. വണ്ടി ഓടിക്കാൻ ആള് വേണമല്ലോ. വണ്ടി ഓടിക്കാൻ ഞാൻ വേണ ഒരു വണ്ടി ഓടിച്ച് ഞാൻ വേണേ കുത്തി കുത്തി കളിച്ചോളാം. ഒരു കാര്യം ചെയ്യും. മറ്റേ നീ ഇറങ്ങണോ? ചന്ദ്രൻ ഇറങ്ങണോ? എനിക്ക് കളിക്കാൻ പറ്റില്ല. വണ്ടി ഓടിക്കോടാ. സീരിയസ് ആയിട്ട് മറ്റേ ഇതൊക്കെ കളിക്കാൻ നിങ്ങൾ ചില്ലായിട്ട് കളിച്ചാൽ മതി. കാരണം സീറോ സിനർജി സീറോ കോർഡിനേഷൻ നമ്മൾ ഫസ്റ്റ് കളിക്കണൊക്കെ എത്ര നാൾക്ക് ശേഷം കളിക്കുന്നതാണ്. അപ്പൊ ആ രീതി കളിച്ചാൽ മതി. എല്ലാവരുടെയും ഇത് കൂടി നോക്കാൻ വേണ്ടിട്ടാ കളിച്ചാൽ നിങ്ങൾ പ്രാക്ടീസ് വാർ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. തഞ്ചാവൂര് പോകണേ. തഞ്ചാവൂര് വേറെ പല പഴി കേൾക്കേണ്ടി വരും. വണ്ടി എടുത്ത് ഈ സൈഡിലോട്ട് വിടുവാണെങ്കിൽ കുറെ വണ്ടി എടുക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ എത്ര റേഡി ഉണ്ടല്ലേ? 3, 6, 9, 12, 14 പേരല്ലേ? അവര് വാർ ഡിക്ലെയർ 15 മിനിറ്റാണ്. നമുക്ക് വാർ ഡിക്ലെയർ ചെയ്യാൻ ടൈം. ഭരതനല്ലേ ബീഡി? ഭരതനുണ്ടല്ലോ. ഭരതനാണ് കുറുപ്പെന്ന് നീ അങ്ങനെയാണ് പറഞ്ഞത്. നീ അല്ലല്ല നീ അങ്ങനെ പറഞ്ഞത്. നീ അപ്പം പോയേ മോബി കേസ് ഇന്ന് വരത്തില്ല. മോബി ഇന്ന് ട്രാവലിംഗ് മോബി ഇന്ന് ഉണ്ടാവില്ല. അവൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. എടാ മോബി ഇന്ന് വരത്തില്ലല്ലോ. അവൻ ഹോസ്റ്റലിൽ എത്തിയില്ലല്ലോ. ഗുജറാത്തിൽ പോയില്ലേ അവൻ? അവനൊരു 11 മണിയാകുമ്പോ വരാന്ന് പറഞ്ഞാന്ന് വിളിച്ചു നോക്കട്ടെ. ചോദിച്ചോക്ക് കേറി നോക്ക്. എടാ ഇവിടെ നിക്കുന്നവന്മാരെ 6 വണ്ടി എടുത്തടാ. 6 വണ്ടി എടുത്ത് 5 വണ്ടി എടുത്ത് വെളിയിട്. ബാല ഒരു വണ്ടി എടുത്ത് വെളിയിടാ. ബാല ഡ്രൈവേഴ്സ് ഒക്കെ സെറ്റ് ആയോ?
ഗെയിമിംഗ് വിത്ത് രമൺ എന്ന് പേരിട്ടിട്ട് ഞാൻ ബംഗാളി വ്യൂസും ഞാൻ ബംഗാളിയാണെന്ന് സിറ്റി ഫുൾ ഓഫ് 500 പ്ലേയേഴ്സ് 500. ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ എത്ര പേരെ ഇപ്പൊ കളിക്കുന്നതെന്ന് അറിയോ ഈ സിറ്റിയില്? 422 പേര് ഇപ്പൊ ഓൺലൈൻ ഉണ്ട്. രാത്രി 11:47 422/512. ടോട്ടൽ കപ്പാസിറ്റി 512. അതിന് മുകളിലോട്ട് ക്യൂ ഉണ്ട്. ക്യൂവിലും നിക്കാം. ഗ്യാങ് ഗൈസ് മേ ബി ചിലപ്പോ നമുക്കൊരു ഗ്യാങ് വർക്കിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. നമ്മളൊരു ചെറിയ വണ്ടി പണിയാൻ കൊടുത്തിട്ടുണ്ട്. 31.9 ആയി ഇപ്പൊ. ആ ശരിയാണ്. അപ്പൊ ഇപ്പൊ വീണ്ടും കുറഞ്ഞല്ലോ. എടാ ഇത് എങ്ങനെയാണടാ? ഹേലി എടുക്കുന്നുണ്ടോ നമ്മള്? അപ്പാ ഹെലി വേണോ? അല്ല ഞാൻ പറയട്ടെ, ഇന്ന് ഹെലി ഓടിക്കാൻ ആരും ഇല്ലല്ലോ. ഞാൻ ഓടിക്കാം. അപ്പൊ ഓടിച്ച് കോളും പറയോ? പിന്നെ ഉറപ്പാണോ? കോൺഫിഡന്റ് ആണോ? എന്റെ പുറത്ത് വാസവന്റെ കോൺഫിഡൻസ് ഇല്ലേ? ഓയ് എനിക്ക് ഇല്ലല്ല, ഞാൻ ഹെലിയിൽ ഒന്നാലും ശരിയാകത്തില്ല പാപ്പ. കാരണം ഞാൻ കാര്യം പറയട്ടെ, ഞാൻ ഇത്രയും നാള് ഇത് സരക്കിനെ ഏൽപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്. ഞാൻ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യാൻ ഇതുവരെ പോയിട്ടില്ല. സരക്കുള്ള സമയത്ത് പോലും ഞാൻ സരക്കിനോടാ പറയണടാ നീ കോള് കൊടുക്കും. എന്റെ സൗണ്ട് കേൾക്കുമ്പോ പിള്ളേർ പാനിക് ആവുന്നത് അതായത് ഞാൻ നല്ല ഹൈ ടോണിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ പെട്ടെന്ന് അതിനകത്ത് കയറി ഇങ്ങനെ സംസാരിച്ച് ശരിയാകത്തില്ല പാപ്പ. ഞാൻ പയ്യെ നിങ്ങളുടെയൊക്കെ കൂടെ നിങ്ങളിൽ ഒരാളായിട്ട് നിന്നോളാം. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. ഞാൻ കോള് പറയണ കേൾക്കണം. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ഹെലിയിൽ വന്നിട്ട് ഞാൻ അവിടെ നോക്കി ഇവിടെ നോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറയുന്ന ടോൺ അവന്മാർക്ക് അഡാപ്റ്റ് ചെയ്യാൻ താമസം എടുക്കും. ഫസ്റ്റ് വാരം കൂടെ പയ്യെ നമുക്കത് സെറ്റാക്കി എടുക്കാം. അതാണ് നല്ലത്. എന്റെ ഒരു ഇതില് അതാണ് നല്ലത്. പറ എന്തേറ്റി ലൈനപ്പ് 15 പേര് ആദ്യം VC-ല് അല്ല ഇതിനകത്ത് ഡിസ്കോഡില് റേഡിയോയില് ഇങ്ങനത്തെ ഓഡിയൻസ് സത്യം പറഞ്ഞാൽ ഇല്ലാണ്ടിരിക്കണതാണ് നല്ലത്. എടാ ഇവിടെ ആർക്കും പകരമല്ല. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിന്റെ വീട്ടിൽ പോയിട്ട് ഇപ്പൊ അച്ഛന് പകരം അച്ഛനെ കയറി അമ്മയെന്നോ അമ്മയെ കയറി അച്ഛനെന്ന് വിളിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റൂല ഒരിക്കലും. ലൈക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള എക്സിസ്റ്റൻസും ഐഡന്റിറ്റിയും ഉണ്ട്. ഒരാൾക്ക് പകരമല്ല വേറൊരാൾ. മനസ്സിലായ? കമ്പാരിസൺ ചെയ്യണത് അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. അങ്ങനെ ഇതാക്കാൻ പറ്റത്തില്ല. നമുക്ക് ലോകത്തുള്ള ഒരാൾക്ക് റീപ്ലേസ്മെന്റ് ഇല്ല. ഈവൻ ദോ ആൾ എന്ത് ചെയ്താലും ചെയ്തില്ലേലും. അതാദ്യം മനസ്സിലാക്ക്. ചെയ്താലും മൊത്തം അവരെയും ഡ്രാഗ് ചെയ്ത് അവരുടെ ചാറ്റിൽ പോയി നമ്മളെയും ഡ്രാഗ് ചെയ്ത് കുറെ അവന്മാര് കുറ്റവും പറഞ്ഞ് അടിയും സത്യം പറഞ്ഞുണ്ടല്ലോ. എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാണ്, ടിവിന്ന് ഇറങ്ങിയവരും ടിവിയെ കളിക്കുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഇതുവരെ ലൈവില് അപരാധം പറഞ്ഞിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഇടയ്ക്ക് നിൽക്കുന്ന കുറെ വിഷങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് അവിടെ പോയും ഇവിടെ വന്നു. അത് ആരും ലൈവ് ഇട്ട് ഇതുവരെ രണ്ട് ഭാഗത്ത് ആൾക്കാർ ഇതുവരെ ഒരു മൈരും പറഞ്ഞിട്ടില്ല. മനസ്സിലായി? അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് അവരുടെ നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ റെസ്പെക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് പ്രൈവസി ഇതാക്കിയാണ് സംസാരിച്ചിട്ടുള്ളത്. പറയാതിരിക്കാൻ വയ്യ. റേഷ്യോ മാറ്റാം കഴിച്ചു. റേഷ്യോ മാറ്റാം. ഇവിടെ വാറിന് പോണ്. ഞാൻ വാറിന് പോണെന്ന്. വാറൊക്കെ കളിക്കണ്ടേ നമുക്ക്? വാറൊക്കെ കളിക്കണ്ടേ? ഉറങ്ങുന്നില്ലേ? വാറൊക്കെ കളിക്കണ്ടേ നമുക്കൊരു വാറൊക്കെ കളിക്കണ്ടേടാ. നീ ഇവനെ എപ്പോ കൊണ്ടുവന്നാലുണ്ടല്ലോ ഇവൻ 800 CR കോൺട്രാക്ട് ലോഡിങ് ആണ്. എടാ 800 കോടിയൊക്കെ എനിക്ക് തന്നുണ്ടല്ലോടാ. ഞാൻ നേരെ മേടിച്ചിട്ട് കിക്കാരെയും പറ്റിച്ച് ഞാൻ ഒളിച്ചോടി പോകും. ഞാൻ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രൈവറ്റ് ഐലൻഡിൽ പോയി സ്ഥലമൊക്കെ മേടിച്ച് സുഖമായിട്ട് ജീവിക്കും. പിന്നെ ആരെങ്കിലും സ്ട്രീം ചെയ്യുമോ? കേസ് വന്നാൽ പോലും കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ ഞാൻ ഡീൽ ചെയ്യൂലേ? അത് 800 കോടിയാ. എന്തിനു പറയണ്? ഒന്നും വേണ്ട. 80 കോടി 8 കോടി വന്നാൽ തന്നെ എന്നെ പിന്നെ കാണൂല.
കിക്കാനും പറ്റിക്കും കേസാവും. വക്കീലിന് 1 കോടി രൂപ കൊടുക്കും, കേസ് നീട്ടി വെക്കും. പിന്നെ നമ്മളല്ലേ പിന്നെ കേട്ടാ ഇതല്ല മാറ് കളിച്ചിട്ട് വരട്ടെ, മാറ് കളിക്കട്ടെ. കുറച്ചേരം ഇവിടെ നിന്ന് ചാറ്റ് നോക്കുവോ? അയ്യോ മോനെ, IME കയ്യറ IME എട്, മര്യാദക്ക് എടുത്തോ. ആ മിടുക്കൻ മിടുക്കൻ. അവനെന്റെ IMനകത്തോട്ടെ ഒരു നോട്ടം. നിങ്ങളൊരു അച്ഛനായ കാര്യം ഞാൻ ഈയിടയ്ക്കാണ് അറിയണത്. ഇത് ചെയ്യാൻ പറ്റും, നോക്കിയല്ല പറ്റൂ. ഗസ് നമുക്ക് ഒരു സെക്കൻഡ്. ഹലോ, എടാ റേഷ്യോ മാറ്റാൻ കോള് വിളിച്ച് പറഞ്ഞടാ. ഞാൻ ഇവനെ ഞാൻ ബ്ലോക്ക് ചെയ്യട്ടെ. ഇവൻ എൻ്റെ അടുത്ത് അധിക സ്നേഹമാണ്. എനിക്കിങ്ങനെ അധിക സ്നേഹം കാണിക്കുന്നവന്മാരെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അവനെ ബ്ലോക്ക് ചെയ്യട്ടെ. റേഷ്യോ മാറ്റി ചില്ലാവെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളേ. ഞാൻ ഇവനെ ബ്ലോക്ക് ചെയ്യണേ. ബാലൻ മന്ദാരം 3 പേര് ഒരുമിച്ച് കളിക്കേ. നീ വാസ്മനെ കൂട്ടിക്കോ നിന്റെ കൂടെ. ഡോർക്കിയാണ് എന്റെ പുതിയ മാഡി സാവേജ്. എനിക്ക് പണ്ട് തൊട്ടേ ലൈക്ക് ഇങ്ങനെ ഈ വാറിൽ ഇങ്ങനെ ഇത് പറഞ്ഞ് കോളൊക്കെ പറഞ്ഞ് മറ്റേ എയർ പിടിച്ചിരിക്കണ ഇഷ്ടമല്ല എനിക്ക്. മനസ്സിലായ? ഞാൻ അതുകൊണ്ടാണ് അത് അന്ന് റിബലിന് മാറി കൊടുക്കണം. ഇപ്പം ഞാൻ ഒരാളെ ഏൽപ്പിക്കുന്നത് അതുകൊണ്ടാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ സംസാരിക്കാം. ഓവർലൂപ്പ് ആകുമ്പോഴേ ഇവന്മാരെ അവിടെ അലയ്ക്കുമ്പോൾ ഞാൻ മിണ്ടായിരിക്കാൻ പറഞ്ഞ ഇവര് മിണ്ടായിരിക്കും. അതെന്റെ വിശ്വാസമാണ്. അതിന്റെ അപ്പുറത്ത് ഇവിടെ ഒരിക്കലും സംസാരിക്കില്ല. ഞാൻ എന്റെ ഒരു ചെറിയ ടോൺ ചേഞ്ചിൽ ഞാൻ എന്റെ കോള് പറഞ്ഞ അവന്മാർ അത് അനുസരിക്കും. അതുകൊണ്ട് അതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. എന്തെങ്കിലും ഓവർലൂപ്പ് ആകുമ്പോൾ നമുക്ക് സംസാരിക്കാം. അണ്ണാ നൈസ് ബൂട്ട്സ്, താങ്ക് യു സോ മച്ച് ബ്രോ. ഞാൻ ജിമ്മിലൊക്കെ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? എടാ നമ്മളിപ്പോ 15 പേരുണ്ടോ കറക്റ്റ് നോക്കട്ടെ. ബാലൻ 1, നീലൻ 2, കെവിൻ 3, ഭരതൻ 4, കീരി 5, ഞാൻ 6, മാഡി 7, വില്ലു 8, സാവേജ് 9, കുറുപ്പ് 10, സ്നൈപ്പ് 11, അപ്പാപ്പൻ 12, മന്ദാര 13, ജുഗ്രു 14. ഒരാളുടെ വേണം. ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് റിജക്ട് ചെയ്യാം. കേൾക്കുന്നുണ്ടല്ലോ? ആ ബ്രോ കേൾക്കാം പറഞ്ഞു. നമ്മള് 2-3 പ്ലേയേഴ്സിന്റെ കറണ്ട് പോയി, അവര് വരാവുന്ന ടൈം എടുക്കും. ഇപ്പൊ വരും. ഇല്ല ബ്രോ, നിങ്ങൾ പറഞ്ഞോണ്ട് നമ്മളിപ്പോ ഇതിന്ന് വന്നത്. നമ്മളെല്ലാം റെഡി ആയിട്ടിരിക്കണം. 45 നിങ്ങൾ വാറ വിളിച്ചാൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം ബ്രോ, അല്ലെങ്കിൽ ഞങ്ങൾ റിജക്ട് ചെയ്യാം. നിങ്ങൾ പറഞ്ഞപ്പോ നമ്മൾ അത്രയും ടൈം വന്നില്ലേ ബ്രോ? നിങ്ങൾ റിക്രൂട്ട്മെന്റ് പറഞ്ഞപ്പോ തന്നെ നമ്മള് മീറ്റിംഗ് വിളിക്കാൻ അത്രയും ടൈം എടുത്ത് തന്നില്ലേ നിങ്ങൾക്ക്? ഒരു സെക്കൻഡ് വെയിറ്റ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നോട് പറഞ്ഞ വാസവനെ അമ്മാര് പറയണത് നമ്മൾക്ക് റിക്രൂട്ട്മെന്റ് വേണ്ടിട്ട് അമ്മാര് ടൈം ഇത്രയും തന്നു. അതുകൊണ്ട് അതുവരെ സിറ്റുവേഷൻ വന്നില്ല. അതുകൊണ്ട് അവരുടെ പ്ലേസ് 2 പേരെ കറണ്ട് പോയി. അത് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് വരുന്നവരെ വെയിറ്റ് ചെയ്യാനാണ് അവര് പറയണത്. ആ റേഡിയോയില് അമ്മാര് 50 പേരെന്തോണ്ട് റേഡിയോയില്. വാ 50 പേരെ നോക്കട്ടെ. റേഡിയോ നമ്പർ എത്ര? വാസവനെ അവരോട് ഒരു കാര്യം പറ. ഈ പറയുന്ന പോലെ അമ്മാരിന് 1 മണിക്കൂർ കഴിഞ്ഞ 1 മണിക്കൂർ ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ ബ്രോ. എത്ര സമയം എടുക്കും ഇത്? നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ മാക്സിമം എത്ര നേരം ബ്രോ? നിങ്ങളൊരു ചോദിച്ചിട്ടൊന്ന് പറ, പെട്ടെന്ന് പറ. നമുക്ക് ഒത്തിരി നേരം കറണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് എപ്പ കറണ്ട് വരും നമുക്ക് എങ്ങനെ അറിയാം?
അണ്ണ മീറ്റിംഗിന് പറഞ്ഞ ടൈമിലല്ലേ റിജക്ട് ചെയ്യുന്ന പറയാ. ഞാൻ പറഞ്ഞത് ഓൾറെഡി. അപ്പൊ അമ്മമാര് പറയണെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്തെന്ന്. അങ്ങോട്ട് പോയതേ ഉള്ളൂ ഒരാളുടെ. ഞാനിവിടെ നീ ചത്തട്ട് കേരള വിഷൻ ഓൺ മെയിൻ്റെനൻസ് 12 AM to 1 PM. 12 മണി ഓക്കെ ആണോ? ടൈം എടുക്കാം. അവർക്ക് കയറി ടൈം ഉണ്ട്. ഡൗൺലോഡിങ് ഇഷ്യൂ ഒക്കെ ഉണ്ട്. അതാ ആ ബ്രോ 13 മിനിറ്റ് ഇവിടെ 12 മണി ഓക്കെ ആണ്. 15 പേരുണ്ടാവും സിറ്റിയില്. 16 പേര് അവരുടെ ആക്റ്റീവ് ലിസ്റ്റിലുള്ളവരുണ്ടായിരിക്കില്ലടാ. 12 മണി വരെ സമയം കൊടുക്കാം. 12 മിനിറ്റ് അത്രേ ഉള്ളൂ, അതിൽ കൂടുതലുണ്ട്. അതിൽ നിന്നെ ഇട്ടിരിക്കുന്നത് കിണ്ടിയുടെ വണ്ടിയില്ല. അപ്പൊ നീ അവിടെ സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അതിന്റെ വില്ല് വണ്ടിയില് ഒരാള് സാവേജിനെ അല്ലെങ്കിൽ ഒരാളെ തന്നത്. കേരള വിഷന്റെ അപ്ഡേറ്റ് ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിനക്ക് സാവേജനെ തരാം. മോബിയുടെ കൂടെ എനിക്കറിയത്തില്ല. അതാ ഞാൻ പക്ഷെ സാവേജ് എന്നോട് പറഞ്ഞു സ്നൈപ്പായിട്ട് കളിക്കാന്ന്. ഇപ്പം കളിക്കുന്നവർ അങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് മെസ്സേജ് വന്നോ? നമുക്ക് സെറ്റ് ആവും. പോകാം.